മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ കൊടുത്തിട്ടായിരിക്കും കോൺഗ്രസ് എപ്പോഴും മത്സര രംഗത്തേക്ക് വരിക, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായിരിക്കും മുഖ്യമന്ത്രിയാവുക. അപ്പോൾ ഇപ്രാവശ്യം മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളൊരു പ്രഖ്യാപനമൊന്നും കോൺഗ്രസ് ഒരിക്കലും നടത്തിയിട്ടില്ല. വി ഡി സതീശനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തെ ഇതിനു മുമ്പ് തന്നെ മുഖ്യമന്ത്രിയായിട്ടൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയാകും എന്ന് ഒരു പ്രസംഗത്തിൽ പോലും ഒരു കോൺഗ്രസ് നേതാവ്, സീനിയർ ആയിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവും പറഞ്ഞിട്ടില്ല. വി ശിവൻകുട്ടിയുടെയൊക്കെ വിദ്യാഭ്യാസം അന്വേഷിച്ച് നടന്ന എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും KM ഷാജി വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു മന്ത്രിയായിട്ട് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എത്രയാണോ എന്ന് അളക്കണം. എന്തെങ്കിലും ഒരു മതേതര മൂല്യം അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹം പറയുമോ? മതമാണ് ഞങ്ങൾക്ക് വലുത് എന്ന് ആരെങ്കിലും പ്രസംഗിക്കുമോ? ഒരു രാഷ്ട്രീയക്കാരൻ പ്രസംഗിക്കുമോ? ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമല്ല മുസ്ലിം ലീഗ്. നമസ്കാരം സാർ. ഈ കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കങ്ങളൊക്കെ കാണുമ്പോഴേ ഇവരെ ജയിപ്പിക്കണ്ടായിരുന്നു എന്ന തരത്തിൽ ചെറിയൊരു വിഭാഗം വരെ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത്ര അധികാരം തുടങ്ങുന്നതിന് മുന്നേ എങ്ങനെയാണെങ്കിൽ അടുത്ത 5 വർഷം എങ്ങനെയാണെന്നൊക്കെയാണ് ട്രോളുകൾ. ഇതിൻ്റെ നർമ്മം മാറ്റി നിർത്തിയാൽ കഴിഞ്ഞ 2 LDF സർക്കാരുകൾ, പിണറായി വിജയൻ നയിച്ച 2 LDF സർക്കാരുകളുമായി ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഡിസിഷൻ മേക്കിംഗ് പോലത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളൊന്ന് തുലനം ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഈ കോൺഗ്രസിൻ്റെ ഈ തുടക്കത്തിലേയുള്ള നാടകങ്ങളും ആ കഴിഞ്ഞ 10 വർഷമൊക്കെ ആയിട്ടുള്ള ഒരു കമ്പയറിങ്ങിൽ സാറിന് എന്ത് തോന്നുന്നു? അതായത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രോസസ്സിനെ കുറിച്ച് കൃത്യമായിട്ട് ധാരണയില്ലാത്ത നമ്മുടെ ന്യൂജൻസി പിള്ളേരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വി ഡി സതീശൻ എന്ന കോൺഗ്രസ് നേതാവിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള യാത്രയിൽ തടസ്സമായത് എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് പണ്ട് തുടങ്ങി തന്നെ കോൺഗ്രസിനകത്തൊരു പ്രോസസ്സ് ഉണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഡേ തന്നെ എല്ലാവരും മണ്ഡലത്തിലൂടെയൊക്കെ പര്യടനത്തിന് പോയി എല്ലാവർക്കും നന്ദിയൊക്കെ പറഞ്ഞതിന് ശേഷമാണ് പിന്നീട് പാർട്ടിയുടെ നിയമസഭാ കക്ഷി യോഗം ഇന്ദിരാഭവനിൽ ചേരുക. ഇന്ദിരാഭവനിൽ ചേർന്നതിന് ശേഷം ഇപ്പോൾ നേരത്തെയൊക്കെ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ 2011 ഉമ്മൻചാണ്ടി എന്ന ഒറ്റ പേരാണ് ഉണ്ടായിരുന്നത്. അതിനു മുമ്പ് AK ആൻ്റണി എന്നുള്ളൊരു പേരായിരുന്നു. അതിനു മുമ്പ് ശ്രീ KK കരുണാകരൻ എന്നുള്ളൊരു പേരായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ കൊടുത്തിട്ടായിരിക്കും കോൺഗ്രസ് എപ്പോഴും മത്സര രംഗത്തേക്ക് വരിക, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായിരിക്കും മുഖ്യമന്ത്രിയാവുക. അപ്പോൾ ഇപ്രാവശ്യം മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളൊരു പ്രഖ്യാപനമൊന്നും കോൺഗ്രസ് ഒരിക്കലും നടത്തിയിട്ടില്ല. ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ള ഒരു ധാരണ കൊടുത്തതിന് ശേഷം കോൺഗ്രസ് മത്സരിക്കുന്ന സമയത്ത് പോലും 4-5 ദിവസമൊക്കെ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് എടുക്കാറുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആദ്യം എന്താ വെച്ചാൽ നിയമസഭാ കക്ഷി യോഗം ചേരുന്നു. ആ നിയമസഭാ കക്ഷി യോഗം ചേർന്നതിന് ശേഷം അത് പിന്നീട് ഡൽഹിക്ക് അയക്കുന്നു. ഡൽഹിയിൽ വെച്ചൊരു ചർച്ച നടത്തുന്നു. ആ ചർച്ചയിൽ ചില ധാരണകളാകുന്നു. അന്ന് നേരത്തെ എന്ന് വെച്ചാൽ 2 ഗ്രൂപ്പുകളുണ്ടായിരുന്നു, A ഗ്രൂപ്പും I ഗ്രൂപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ A ഗ്രൂപ്പിൻ്റെ ചില പ്രശ്നങ്ങളും I ഗ്രൂപ്പിൻ്റെ ചില പ്രശ്നങ്ങളും ഒക്കെ അവിടെ പരിഹരിക്കപ്പെടും. അതോടൊപ്പം തന്നെ പിന്നീട് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ 3ാം ഗ്രൂപ്പ് വന്നു, തിരുത്തൽവാദി ഗ്രൂപ്പ് വന്നു. അപ്പോൾ അങ്ങനെ അവരുടെ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. അങ്ങനെ ഒരു സമവായത്തിലെത്തിയതിന് ശേഷമായിരിക്കും മുഖ്യമന്ത്രിയെ AICC ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുക. പിന്നീട് മുഖ്യമന്ത്രി കേരളത്തിൽ വന്നിട്ട് ചുമതല ഏറ്റെടുക്കും. ഇതാണ് ഇതിനകത്തൊരു പ്രോസസ്സായിട്ട് നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്രാവശ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു പിള്ളേരുകളിയായിട്ട് മാറിപ്പോയി. ഇതിനകത്തൊരു അല്പം പക്വത കാണിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും തന്നെയാണ്. കാരണം വി ഡി സതീശനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തെ ഇതിനു മുമ്പ് തന്നെ മുഖ്യമന്ത്രിയായിട്ടൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയാകും എന്ന് ഒരു പ്രസംഗത്തിൽ പോലും ഒരു കോൺഗ്രസ് നേതാവ്, സീനിയർ ആയിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവും പറഞ്ഞിട്ടില്ല. സ്വാഭാവികമായിട്ടും UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വരിക KC വേണുഗോപാൽ ആണ് എന്നുള്ളൊരു പൊതുധാരണയുണ്ടായിരുന്നു. അതല്ലെങ്കിൽ മറിച്ച് സീനിയോറിറ്റി പരിഗണിക്കുകയാണെങ്കിൽ അത് രമേശ് ചെന്നിത്തലയിലേക്കും. വി ഡി സതീശൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പാർട്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിറവേറ്റി കഴിഞ്ഞാൽ അതോടെ ഞാൻ ഹൈക്കമാൻഡ് പറയുന്നതൊക്കെ അനുസരിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ വി ഡി സതീശൻ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ വി ഡി സതീശനെ ബാക്കപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ വി ഡി സതീശനിലൂടെ വലിയ നേട്ടങ്ങൾ കൊയ്യാം എന്നാഗ്രഹിക്കുന്ന ഒരു വലിയ ബിസിനസ് ഗ്രൂപ്പ്, അത് മറ്റാരുമല്ല മീഡിയ വണ്ണിനെ പിന്തുണയ്ക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ബിസിനസ് സിൻഡിക്കേറ്റുകളാണ്. ഈ ബിസിനസ് സിൻഡിക്കേറ്റുകൾ വി ഡി സതീശൻ അറിഞ്ഞോ അറിയാതെയോ എന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം വി ഡി സതീശനെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെയുള്ള പിള്ളേരുകളിക്കൊക്കെ നിന്ന് കൊടുക്കുമോ എന്നുള്ളൊരു വലിയ സംശയങ്ങളുണ്ട്. എന്തിനേറെ പറയുന്നു, ഫേക്ക് ആയിട്ടുള്ള AICCയുടെ ലെറ്റർ പാഡിലുള്ള കത്ത് വരെ യുവന്മാർ പ്രചരിപ്പിച്ചു തുടങ്ങി എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കാരണം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് താരങ്ങളൊക്കെ എയർപോർട്ടിൽ വന്നിറങ്ങുന്ന സമയത്ത് അവിടെ നമ്മൾ ആൾക്കൂട്ടം കാണാറില്ലേ? നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, യുവന്മാർക്ക് ഇത്ര ആരാധകരോ എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. ഒന്നുമല്ല. കാരണം എന്താ വെച്ചാൽ കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്ക് 100-200 രൂപ കൊടുത്തതിന് ശേഷം അവരെ എയർപോർട്ടിൽ വിളിച്ചുകൊണ്ട് പോകുന്നതാണ്. സമാനമായ രീതിയിൽ തന്നെയാണ് ഈ ബിഗ് ബോസ്
PR ടീമുകൾ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് ആ സമാനമായ ടീമിനെ ഉപയോഗിച്ച് അവരുടെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ മെസ്സേജുകൾ ഫോർവേഡ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ പ്രോഗ്രാമുകളൊക്കെ തിരുവനന്തപുരത്തും ഈ പറഞ്ഞ മലപ്പുറത്തും കോഴിക്കോടും എവിടെയൊക്കെ നടന്നിട്ടുണ്ടോ അവിടെയൊക്കെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രോഗ്രാമുകൾ തന്നെയാണ് VD സതീശന് വലിയ രീതിയിലുള്ള തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. അതുകൂടാണ്ട് ഇപ്പോൾ VD സതീശനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം വോട്ടുകളുടെ കൺസോളിഡേഷൻ ഉണ്ടാക്കി ഭൂരിപക്ഷ സമുദായങ്ങളെ കോൺഗ്രസിൽ നിന്നും അകറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണം VD സതീശനായി മാറി എന്ന രീതിയിലുള്ള വലിയ ഒരു ആരോപണം, ഗുരുതരമായ ഒരു ആരോപണം VD സതീശനെതിരെ ഉയർന്നു വരുന്നുണ്ട്. കാരണം നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. കേരളത്തിലൊരു വർഗീയ ധ്രുവീകരണം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഭൂരിപക്ഷ സമുദായവും ന്യൂനപക്ഷ സമുദായവും എന്നുള്ള രീതിയിലൊരു വർഗീയ ധ്രുവീകരണം ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ നേട്ടം ഏറ്റവും കൂടുതൽ ഉണ്ടാവുക BJPക്കാണ്. അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം VD സതീശൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിസൾട്ട് വരുന്നതിൻ്റെ അവസാന ദിവസങ്ങളിലൊക്കെ VD സതീശൻ ഓടിപ്പോയി പാണക്കാട് തങ്ങളന്മാരെ പോയി കാണുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയൊക്കെ പോയി കാണുന്നത് നമ്മൾ കണ്ടതാണ്. ആ കാഴ്ചയൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? തനിക്കുള്ള പിന്തുണ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതുകൂടാതെ തന്നെ മുസ്ലിം ലീഗ് നേതൃത്വം വളരെ ബ്ലൈൻഡായിട്ട് VD സതീശനെ പിന്തുണയ്ക്കും. VD സതീശനല്ലാതെ മറ്റൊരു മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ മന്ത്രിസഭയിലേക്ക് വരില്ല എന്ന രീതിയിൽ വരെ ഈ ബിഗ് ബോസ് PR ടീമുകൾ പുറത്ത് പ്രചരണം നടത്തി. ഇതിനെ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത് മീഡിയ 1 TV-യും ഇന്നലെ മുതൽ 24 ന്യൂസ് മലയാളം എന്ന് പറയുന്ന ചാനലുണ്ട്, പിന്നെ News 18 കേരളമുണ്ട്. ഈ 3 ചാനലുകൾ നമുക്ക് എല്ലാവർക്കും കേരളത്തിൽ അറിയാം. ആർക്കെങ്കിലും PR വർക്ക് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഈ 3 ചാനലുകളെ സമീപിച്ചാൽ മതി. ന്യൂസ് മലയാളമൊക്കെ അത്യാവശ്യം നല്ല നിലയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ്. ആ ചാനലൊക്കെ എന്താണ് ഇതേ രീതിയിലേക്ക് തിരിഞ്ഞത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ഏജന്റ് ആണ്, അല്ലെങ്കിൽ അവരുടെ ബിസിനസ് താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന, അല്ലെങ്കിൽ VD സതീശനെ തന്നെ അവർക്ക് മുഖ്യമന്ത്രിയാക്കിയേ പറ്റൂ എന്ന ഒരു പൊതുധാരണ കേരളത്തിലെ പൊതുസമൂഹത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഹൈക്കമാൻഡ് കാണാതെ പോകത്തില്ല. കാരണം ഇത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം ഒരു ന്യൂനപക്ഷ സമുദായത്തിൻ്റെ മാത്രം മുഖ്യമന്ത്രിയായിട്ടായിരിക്കും പിന്നീട് VD സതീശൻ കേരളത്തിൽ വരിക. അതുകൊണ്ട് തന്നെ VD സതീശൻ്റെ സാധ്യതകൾ അവസാനിച്ചു കഴിഞ്ഞു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇനിയും കുറച്ചുകൂടി നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഈ പ്രാവശ്യം 102 സീറ്റുകൾ UDFന് ലഭിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ സീറ്റ് എന്ന് പറഞ്ഞാൽ വെറും 22 സീറ്റ് മാത്രമാണ്. മുസ്ലിം ലീഗ് വലിയ രീതിയിൽ ഉള്ള സ്വാധീനം അല്ലെങ്കിൽ പ്രഷർ ഈ UDF സർക്കാരിൻ്റെ മേലിൽ ചെലുത്താം എന്ന് കരുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതുപോലെയുള്ളൊരു ബഹുഭൂരിപക്ഷം UDFന് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ മുസ്ലിം ലീഗ് ഒരു നിലപാട് കടുപ്പിച്ചു എന്ന് കരുതിക്കൂ. നിലപാട് കടുപ്പിച്ചു കഴിഞ്ഞാൽ തന്നെയും എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UDFന് സുഗമമായിട്ട് മുമ്പോട്ട് ഭരിച്ചുകൊണ്ട് പോകാനുള്ള ഒരു അംഗസംഖ്യ ഉണ്ട് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അപ്പോൾ പലരും ചോദിക്കും, 3 വർഷത്തിന് ശേഷം പ്രിയങ്ക ഗാന്ധിക്ക് വയനാട്ടിൽ വന്ന് മത്സരിക്കണ്ടേ, ബാക്കി ലോക്സഭയിലേക്കുള്ള സ്ഥാനാർത്ഥികളെ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കും. മുസ്ലിം ലീഗിന് മുമ്പിലുള്ള ഏക ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ദേശീയ തലത്തിൽ തന്നെയുള്ള ഒരു ഏക ഓപ്ഷൻ എന്ന് പറയുന്നത് അത് കോൺഗ്രസ് മാത്രമാണ്. കോൺഗ്രസ് ഒരിക്കലും മുസ്ലിം ലീഗിൻ്റെ പടിവാതിലൊക്കെ പോയി കെട്ടിക്കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം മുസ്ലിം ലീഗിനാണ് കോൺഗ്രസിനെ കൊണ്ട് ആവശ്യമുള്ളത്. ദേശീയ തലത്തിൽ മുസ്ലിം ലീഗിനെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, അവരുടെ രാഷ്ട്രീയ പ്രസക്തി നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് കോൺഗ്രസിൻ്റെ സഹായം ഉണ്ടായേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വരുന്ന കോൺഗ്രസ് മന്ത്രിസഭയ്ക്ക് മുസ്ലിം ലീഗിൻ്റെ പിന്തുണ ഇല്ല എങ്കിൽ തന്നെയും മുൻപോട്ട് പോകാനായിട്ട് സാധിക്കും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മതേതര സ്വഭാവത്തോടു കൂടി മുമ്പോട്ട് പോയിട്ടുള്ളൊരു മുസ്ലിം ലീഗാണ്. അതായത് ബാബറി മസ്ജിദൊക്കെ തകർക്കപ്പെട്ട, നമ്മൾ പല ചർച്ചകളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ബാബറി മസ്ജിദൊക്കെ തകർക്കപ്പെട്ട ആ സമയത്തൊക്കെ കേരളത്തിലൊരു വർഗീയ ലഹള ഇല്ലാതിരുന്നത് ഈ മുസ്ലിം ലീഗിൻ്റെ സാന്നിധ്യമാണ്. അതോടൊപ്പം തന്നെ പല വർഗീയ കലാപങ്ങളും ഉണ്ടാകുന്ന സമയത്തൊക്കെ വളരെ സംയമനം പാലിക്കുകയും ആ മുസ്ലിം കമ്മ്യൂണിറ്റിയെ അടക്കി നിർത്തുകയൊക്കെ ചെയ്തിട്ടുള്ളത് ഈ മുസ്ലിം ലീഗാണ്. പക്ഷേ ഈ മുസ്ലിം ലീഗിന് ഈ അടുത്ത കാലത്തായിട്ട്, ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടതാണ് ഈ KM ഷാജിയുടെയൊക്കെ പ്രസ്താവന. ആ KM ഷാജിയൊക്കെ പ്രധാനപ്പെട്ട വേങ്ങര പോലെയുള്ളൊരു മണ്ഡലത്തിൽ നിർത്തി വിജയിപ്പിച്ച് നിയമസഭയിലെത്തിച്ച് ഇപ്പോൾ അദ്ദേഹത്തിന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാകണമെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം എത്ര എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യട്ടെ എന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ V ശിവൻകുട്ടിയുടെയൊക്കെ വിദ്യാഭ്യാസം അന്വേഷിച്ച് നടന്ന എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും KM ഷാജി വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു മന്ത്രിയായിട്ട് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എത്രയാണെന്ന് അളക്കണം. കാരണം എന്തെങ്കിലും ഒരു വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു മതേതര മൂല്യം അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹം പറയുമോ മതമാണ് മതമാണ് മതമാണ്
ഞങ്ങൾക്ക് വലുത് എന്ന് ആരെങ്കിലും പ്രസംഗിക്കുമോ? ഒരു രാഷ്ട്രീയക്കാരൻ പ്രസംഗിക്കുമോ? ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമല്ല മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിൻ്റെ ഒരു ഭാഗത്ത് നിന്നുള്ള വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു യുവജന നേതാവല്ലേ കെ എം ഷാജി. ആ കെ എം ഷാജിയുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു അത്. അതിൽ ഇന്നും അദ്ദേഹം അടിയുറച്ചു നിൽക്കുന്നു. അത് കൂടാതെ തന്നെ പിന്നീട് പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ. കഴിഞ്ഞ 10 വർഷക്കാലം നമ്മുടെ സമുദായത്തിന് ലഭിക്കാതെ പോയ ആനുകൂല്യങ്ങൾ പറ്റുന്നതിനും കൂടിയിട്ടാണ്, അല്ലെങ്കിൽ ആനുകൂല്യങ്ങളെല്ലാം തിരിച്ചു പിടിക്കുന്നതിനും കൂടി വേണ്ടിയിട്ടാണ് ഈ പ്രാവശ്യം നമ്മൾ അധികാരത്തിൽ വരുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് പച്ചയ്ക്ക് വർഗീയതയല്ല പറഞ്ഞിരിക്കുന്നത്. പച്ചയ്ക്ക് വർഗീയതയല്ല പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിരിക്കുന്ന ആളുകളുടെ പിന്തുണ നേടിക്കൊണ്ട് വി ഡി സതീശൻ, കാരണം വി ഡി സതീശനെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നതാണെന്നേ. നമ്മളറിയുന്ന വി ഡി സതീശൻ ഇങ്ങനെയായിരുന്നോ? കാരണം മംഗലാപുരത്തിന് പോയിരിക്കുന്നു. അവിടെ പോയിട്ട് ഈ ഫറൂഖ് എന്ന് പറയുന്ന ആള് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പവർ ബ്രോക്കറാണ്. ഇവിടുത്തെ മാത്രമല്ല, ഈ പറഞ്ഞ കേരളമായിക്കൊള്ളട്ടെ, കർണാടകമായിക്കൊള്ളട്ടെ, തെലങ്കാന ആയിക്കൊള്ളട്ടെ, ഇങ്ങനെയുള്ള കുറച്ച് സംസ്ഥാനങ്ങൾ, ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ മിനിസ്ട്രിക്കകത്ത് മന്ത്രിമാരെ വെക്കാനും മാറ്റാനും ഒക്കെ ശേഷിയുള്ള നല്ല ഒന്നാന്തരം പവർ ബ്രോക്കറാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് കോൺഗ്രസ് നയങ്ങൾക്ക് വിരുദ്ധമായിട്ട് അദാനിയുടെ ഗ്രൂപ്പിൻ്റെ പ്രസിഡന്റിനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ വളരെ വലിയ ഗുരുതരമായിട്ടൊരു കാര്യമാണ്. ഏതൊക്കെയാലും എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വി ഡി സതീശൻ കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങി നിൽക്കുക. കാരണം ഈ ബിഗ് ബോസ് PR ടീമിനെ കൊണ്ടൊക്കെ PR വർക്ക് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അതൊന്നും ഒരു പൊതുസമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ജനവികാരം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്ന് മനസ്സിലാക്കുക. കാരണം വർഗീയതയെ ആളിക്കത്തിച്ചുകൊണ്ട് ആരെങ്കിലുമൊക്കെ തെരുവിലിറക്കി കഴിഞ്ഞാൽ അതും ഒരു മതേതര സമൂഹത്തിന് യോജിച്ച രീതിയല്ല. താങ്കൾക്ക് ഇനിയും അവസരമുണ്ട്. ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്ന മുഖ്യമന്ത്രി ആരാണോ അയാളെ അംഗീകരിക്കുക. ഇത് കൂടാണ്ട് തന്നെ ഇപ്പോൾ CPM വലിയൊരു ഇത് കിട്ടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രതിപക്ഷ നേതാവായിട്ട്, ഭരണപക്ഷത്തെ പ്രതിപക്ഷ നേതാവായിട്ട് വി ഡി സതീശൻ ഇവിടെ ഉണ്ടാകും, മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. 2011 മുതൽ 2016 വരെ വി ഡി സതീശൻ കേരളത്തിൽ നടത്തിയിട്ടുള്ള പ്രതിപക്ഷ പ്രവർത്തനത്തിൻ്റെ ബാക്കി പത്രമാണ് 2016 LDF സർക്കാർ എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഏതായാലും ഇനി ഒരു കാര്യം മാത്രം പറയാം. ബിഗ് ബോസ് PR വർക്കുകളൊക്കെ ജനം മടുത്തു കഴിഞ്ഞു. ജനത്തിന് എത്രയും പെട്ടെന്ന് കേരളത്തിൽ വേണ്ടത് ഒരു മുഖ്യമന്ത്രിയാണ്. അതിനുവേണ്ട സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഈ ബിഗ് ബോസ് PR താരങ്ങളോട് വി ഡി സതീശൻ നിർദ്ദേശം നൽകണം. അല്ലെങ്കിൽ മീഡിയ വണ്ണിനെയും ജമാഅത്തെ ഇസ്ലാമിയൊക്കെ നിലയ്ക്ക് നിർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ താങ്കളെ ബാക്കപ്പ് ചെയ്യുന്ന ആ ബിസിനസ് സിൻഡിക്കേറ്റിനോട് ഒന്ന് സൈലൻ്റ് ആവാൻ വേണ്ടിയിട്ട് പറയുക. അവരുടെ മോഹങ്ങൾ അത് വെറും വ്യാമോഹങ്ങളാണ്. അത് ഈ കേരളത്തിൽ നടക്കില്ല. കാരണം മുഖ്യ പ്രതിപക്ഷത്ത് വരുന്നത് CPM ആണ്, DYFI ആണ്. അവരൊക്കെ വളരെ സജ്ജമായിട്ട് തന്നെ കേരളത്തിലുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഈ ബിസിനസ് സിൻഡിക്കേറ്റിൻ്റെ ഒരു കാൽക്കുലേഷനും കേരളത്തിൻ്റെ മണ്ണിൽ നടപ്പിലാവില്ല എന്ന് മാത്രമേ നമുക്ക് തൽക്കാലം ഉപദേശിക്കാനുള്ളൂ.